പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ക്യാമറ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കണ്ട് സംസാരിക്കാം. സോ ഒരു എനർജി എനിക്കും ഉണ്ടാവും, കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവും. പറ്റുന്നവരട്ടോ, കമ്പൽസറി അല്ല. പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കാണാം. ഓക്കെ. സോ യെസ്, താങ്ക് യു താജി, താങ്ക് യു സോ മച്ച്. ഓക്കെ. So let me introduce myself. My name is Ruxana, Swissന്റെ academic head ആണ്. So I know that you all നിങ്ങൾ എല്ലാവരും സ്വീസിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞ് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്, ഇല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്, ഏത് രീതിയിലാണ് സ്ട്രക്ചർ പോകുന്നത്. സോ ഇതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് നിങ്ങൾ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതില് ഞാൻ ഒരുപാട് എലോങ്കേറ്റ് ചെയ്യുന്നില്ല. അതിനു മുന്നേ ജസ്റ്റ് സ്വീസിനെ കുറിച്ച് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താന്നുള്ളത്. ഓക്കെ. സോ സ്വീസ് എഡ്ടെക് ഇസ് ദി ഫസ്റ്റ് ഡിജിറ്റൽ വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ആണ്. We have more than 2 lakh students, 2 lakh women students നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുമുണ്ട്, ഇപ്പൊ പഠിക്കുന്നതുമായിട്ടുണ്ട്. ഓക്കെ. സോ ഓൾസോ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട്. ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ട്, TTC കോഴ്സസ് ഉണ്ട്. Then also we have like IGNO, then NIOS, അങ്ങനെ വരുന്ന മോസ്റ്റ്ലി ഓൾമോസ്റ്റ് ഓൾ കോഴ്സസ് ആർ കവേർഡ് ഹിയർ. ഓക്കെ. സോ അതുപോലെ തന്നെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും ഫിലിം ആക്ട്രസ് ഇന്ന് അമ്മയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്വേത മേനോൻ ആണ് നമ്മളെ കമ്പനിയുടെ അംബാസഡർ എന്ന് പറയുന്നത്. സോ ഓൾസോ യു ഓൾ നോ CEO ആൻഡ് ചെയർമാൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതും ഒരു ഐ തിങ്ക് 90% ഹു ഇസ് സിറ്റിംഗ് ഇൻ ദിസ് മീറ്റിംഗ് വിൽ ബി നോയിങ് ഹു ഇസ് ദി ചെയർമാൻ ആൻഡ് ദി CEO. ആരുമല്ല, ഹാരിസ് സർ ആണ്, CPM ഹാരിസ് ആണ്. So also like I would like let you know ഈ ഒരു ഡിഫറെന്റ് കോഴ്സസിൽ നമുക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണുള്ളത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗും അ പാർട്ട് ഓഫ് ദിസ് ആണ്. ഓക്കെ. സോ എല്ലാവരുടെ എനിക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഷാനിബ ആണ് ജോയിൻ ആയിട്ടുള്ളത്. സോ ഷാനിബ മാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. സോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ. എല്ലാവർക്കും അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. സോ ലെറ്റ് മീ ടെൽ യു. ഇന്ന് എല്ലാവർക്കും അല്ലെ, എല്ലാവരും സ്വന്തമായി വീട്ടിൽ ഒരു ജോലി ചെയ്യുന്നവരാണ് അല്ലെ. നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാവും വീട്ടില്. ലൈക്ക് എന്ത് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്ട്സും ഉണ്ടാവും. നമുക്കത് എങ്ങനെയാണ് ഓൺലൈനിൽ സെല് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അത് സെല് ചെയ്യേണ്ടത് അല്ലെ, വേറെ എന്തെങ്കിലും എങ്ങനെ ഞാൻ മാർക്കറ്റ് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ, എങ്ങനെയാണ്. പക്ഷെ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള മെസ്സേജസും അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ. നമ്മൾ ക്ലിക്ക് ആവും അല്ലെ. ഒരു പരസ്യം കാണുമ്പോൾ, ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മൾ നേരെ വിചാരിക്കും അയ്യോ ഇതെന്താണ്, ജസ്റ്റ് ഉള്ളിലേക്ക് പോകും, എന്നിട്ട് എന്താ നോക്കും, എൻക്വയറി ചെയ്യും അല്ലെ. ആ എൻക്വയറിയിലാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് വാങ്ങുകയോ അല്ലെ അവരുടെ റിവ്യൂ കാണുകയോ ഒക്കെ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾക്കും അതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണം എങ്ങനെയാണ് ആ ഒരു ടൂൾസ്, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങേണ്ടത്, ഏതൊക്കെ ടൂൾസ് വെച്ചിട്ടാണ് മാർക്കറ്റിംഗിൽ നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അത് പഠിക്കാനാണല്ലോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു ചോയ്സ് തിരഞ്ഞെടുത്തത് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ്. കാരണം ഇന്ന് ടുഡേസ് ജനറേഷൻ ഏറ്റവും കൂടുതൽ എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സാണ് ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജനറേഷൻ അനുസരിച്ച് നമ്മൾ മാറണം. കാരണം ടുമോറോ നമുക്ക് ചിലപ്പം കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഷോപ്സ് പോലും കാണില്ല, എല്ലാം ത്രൂ ഓൺലൈൻ. ഇപ്പൊ തന്നെ 70% ആ ഒരു ലെവലിലേക്ക് മാറി, ആർക്കും ഷോപ്പിലേക്ക് പോയി പർച്ചേസ് ചെയ്യേണ്ട, എല്ലാം ഓൺലൈൻ ത്രൂ ആണ് അല്ലെ. സോ അതുപോലെ ആ ഒരു സ്റ്റേറ്റസ് നിങ്ങൾ മനസ്സിലാക്കി, ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു കൺഗ്രാറ്റ്സ് ആണ്. കാരണം ആ ഒരു സ്റ്റേറ്റസ് മനസ്സിലാക്കി അത് എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ജോയിൻ ആയത്. സോ അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ് തന്നെയാണ്. കാരണം ആ ഒരു എനിക്ക് എന്താ പറയാ, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഗ്രോ ചെയ്യണം എന്ന് തിങ്ക് ചെയ്യുന്ന ആ ഒരു തോട്ട്, ഇറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് കോഴ്സ്, ഏത് രീതിയിലാണെന്നുള്ളത് മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഷാനിബ ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. സോ ഷാനിബ മാം, വെൽക്കം മാം. Yes, thank you. You can carry on. Okay. So, almost 17 ആൾക്കാരുണ്ടല്ലേ
എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് എനിക്ക് ഒറ്റക്കന്റെ കാര്യം പറഞ്ഞു പോകുമ്പോ ഭയങ്കര ബോറടിക്കും. എല്ലാവരും ലേഞ്ച്. ഹലോ, ഹലോ ക്യാമറ ഓൺ ചെയ്തോ? കുഴപ്പമില്ല, ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഹായ്. ഹായ്. ഓക്കെ, വേറെ ആരുമില്ല? ക്യാമറ ഓൺ ചെയ്തോ? ഓക്കെ, ഇന്ററാക്ട് ചെയ്യണം കേട്ടാ, അല്ലെങ്കിൽ എനിക്കും ബോറടിക്കും. ഓക്കെ, അപ്പോ ലൈക്ക് ഐ വിൽ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് ഷാനിബ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റർ ആണ്. കറന്റ്ലി വർക്കിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ഐ ആം വർക്കിംഗ് ലൈക്ക് വർക്ക് ഫ്രം ഹോം. ഓക്കെ, സോ ഇപ്പോ ലൈക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും മൈക്ക് ഓൺ ചെയ്തോ? ലൈക്ക് ഞാൻ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എങ്ങനെയാ, വർക്കിംഗ് ആണോ, എങ്ങനെ ഒന്ന് പറയോ? ഹലോ, ഒന്ന് റെസ്പോൺസ് ചെയ്യട്ടാ. ഇല്ല, ഞാൻ വർക്കിംഗ് അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബിനാർ കാണുമ്പോൾ ലൈക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടായ റീസൺ? ഫ്യൂച്ചറിൽ പഠിക്കാൻ താല്പര്യം ഉണ്ട്, അതുകൊണ്ടാ? എങ്ങനെ ഒന്ന് പറയാം? ഞാൻ ഓൾറെഡി എങ്ങനെ? ഞാൻ ഇപ്പൊ ഓൾറെഡി ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, CD അക്കാദമിയുടെ. അപ്പൊ അത് കണ്ടപ്പോ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, നമ്മൾക്കറിയാലോ, ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹയറിംഗ് ആയാലും കോഴ്സിന്റെ കാര്യങ്ങളായാലും വരുന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ലൈക്ക് കുറെ ലെവലിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ തന്നെ ഓരോരോ മന്ത് കഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോരോ പുതിയ പുതിയ ഇന്നോവേഷൻസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നുള്ളത് അല്ലേ? ഹലോ. ഹലോ. ഓക്കെ, അപ്പോ ലൈക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് ലേഡീസ് ആണല്ലേ മൊത്തത്തിലുള്ളത്? യെസ്. ഓക്കെ, അപ്പോ ലേഡീസിനെ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം വെച്ചാല് ലൈക്ക് മോസ്റ്റ് ഓഫ് ദി അല്ല, പക്ഷെ കുറെ ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് വർക്ക് ചെയ്യണം, വീട്ടിൽ തന്നെ പഠിക്കണം എന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരും ഉണ്ടാവും, റൈറ്റ്? അല്ലേ? യെസ് യെസ്. ഓക്കെ, ലൈക്ക് ഇപ്പോ ഞാനായാലും ലൈക്ക് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളത് എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. ലൈക്ക് ഡിഗ്രി ഞാൻ ഓൾറെഡി പഠിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ടാണ് ഞാൻ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ആയിക്കോട്ടെ, നമുക്ക് പുറത്തു പോയിട്ട് പഠിക്കാന്നുള്ളത് അപ്പൊ ഞാൻ കാസർഗോഡാണ്. അപ്പൊ കാസർഗോഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഐ തോട്ട് ലൈക്ക് എനിക്കൊരു നല്ല വാല്യൂ ഉള്ള ഒരു കോഴ്സ് വേണം കൊണ്ട് ഞാൻ കാലിക്കട്ട് നിന്നായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ശരിക്കും പറയാം, ലൈക്ക് മൈ സ്റ്റോറി കൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ, ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ വർക്കിന് ജോയിൻ ആയിട്ടുണ്ട്, അതും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ. അപ്പൊ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനുള്ളത്. ഈ കോഴ്സ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർഫോമൻസ് മാർക്കറ്റിംഗ്, അങ്ങനെ പല വേരിയേഷൻസിലും വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഗേൾസിനെ അല്ലെങ്കിൽ വ്യൂമൻസിനെ വീട്ടിലിരുന്നിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആവുമ്പോൾ ലൈക്ക് പല ഇൻസെക്യൂരിറ്റീസ് കൊണ്ടായിരിക്കും. മേ ബി ലൈക്ക് പാരന്റ്സ് വിടാത്തായിരിക്കും, ഇല്ലെങ്കിൽ ഫിയാൻസി ഹസ്ബൻഡ്സ്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ ലൈക്ക് എൻ്റെ ബാച്ചിൽ തന്നെ കുറെ ആൾക്കാർ ഓൺലൈൻ കോഴ്സ് എടുത്ത ആൾക്കാരുണ്ടായിരുന്നു. സോ നമുക്ക് ലേഡീസിന് മെയിൻലി ഈ ഒരു കോഴ്സ് എങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാം, എങ്ങനെ വർക്ക് ഓൺലൈനായിട്ട് ചെയ്യാന്ന് നല്ലോണം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഈ ലേഡീസിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തതും. ഇതിലൂടെ നമ്മളൊരു കോഴ്സിനെ ലൈക്ക് ലേഡീസിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിക്ക്, ലേഡീസിന് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന രീതി ചെറിയൊരു കോഴ്സിന്റെ കാര്യങ്ങളും കൂടി നമ്മൾ ഇന്ന് ഈ ഒരു വെബിനാറിൽ പറഞ്ഞു പോകും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടാ? Yes, yes, yes. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആവുന്നുണ്ടാ? മാഡത്തിന്റെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബ്രേക്ക് ആയിട്ടാണ് വരുന്നത് ചില സമയത്ത്. എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് ബ്രേക്ക് എനിക്കുണ്ട്. അതെയാ? എനിക്കും ഉണ്ടായിരുന്നു. കേൾക്കാവുന്നുണ്ട് മാം, ഒന്ന് ശ്രദ്ധിക്കുക.
സെറ്റ് ആണോ? ആ ഉണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാണ്ടല്ലോ. സോ നമ്മള് കോഴ്സിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ലൈക്ക് നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകണല്ലോ. ഇപ്പൊ നമ്മളെല്ലാ കയ്യിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. യെസ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ? യെസ് യെസ് ഉണ്ട്. യെസ്. ഓക്കെ. നമുക്കില്ലേ ഇപ്പോ കറന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗില് നമുക്ക് ഏറ്റവും അധികം ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ ആണ്. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആണ് ഏറ്റവും എളുപ്പത്തിൽ ഇൻകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. നമ്മള് ഇപ്പൊ മാം ബോയ്സിന് കൂടി ഉണ്ട് കേട്ടോ കോഴ്സ്. ജെൻസ് ലേഡീസ് മാത്രമല്ല ജെൻസും ഉണ്ട്. ഓക്കെ 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 ഓക്കെ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ, നമുക്ക് സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും അധികം ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കിട്ടുന്ന സ്പെയർ ടൈംസ് ഉണ്ടാവുമല്ലോ. ഈ ചെറിയ ചെറിയ ടൈമിൽ എത്രയോ ലൈക്ക് കുറെ ടെക്നിക്സ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നിന്ന് കുറെ ടെക്നിക്സ് വഴി നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മൾ ഇന്നത്തെ ഇതില് സോഷ്യൽ മീഡിയ ആയിരിക്കും ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടല്ല, കുറച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയനെ ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നുണ്ടാവാം. സോ ലൈക്ക് ഇപ്പൊ നിങ്ങളോട് ഒരാൾ വന്ന് ലൈക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഹൗ ഡു യു വിൽ ആൻസർ? നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനൊരു ആൻസർ കൊടുക്കുന്നുണ്ടാവുക? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ എന്താ പറയാ? ഫസ്റ്റ് തിങ് നമുക്ക് ഓൺലൈനിലൂടെ സെയിൽ ചെയ്യുന്നത്. എങ്ങനാ? സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കുമല്ലോ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വരിക. ലൈക്ക് ഇത് ഓൺലൈനിലൂടെ സെയിൽ ചെയ്യുന്നത്. ടിക്ടോക്ക് പിന്നെ കൂടുതലായിട്ട് അങ്ങനെയൊക്കെ വരുമല്ലോ. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ലൈക്ക് ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ അത് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങുന്നുണ്ട് ഇപ്പൊ. ലൈക്ക് അവരെന്താ ഉദ്ദേശിക്കുന്നുള്ളത്, ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ ബ്രാൻഡിനെ ഒന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുക, ലൈക്ക് അവരെ ജേർണി തന്നെ പറഞ്ഞു തുടങ്ങുക അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതാണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ ചെയ്യുന്നുള്ളത്. നമ്മളെ ഫോക്കസ് ചെയ്യണോ, ഇറ്റ്സ് മോർ ലൈക്ക് കണക്ടിങ് വിത്ത് യുവർ അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് എക്സ്പെക്ടിങ് കസ്റ്റമേഴ്സിനെ ഓൾറെഡി കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോ ഡയറക്റ്റ് നമ്മളൊരു ബിസിനസ് തുടങ്ങി നമ്മളത് ആൾക്കാരോട് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോ അത് നമ്മളോട് ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. ലൈക്ക് എന്താ ബ്രാൻഡ്, ലൈക്ക് ട്രസ്റ്റബിൾ ആണോ, ലൈക്ക് നമ്മളൊരു വേർത്തി ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും, റൈറ്റ്? അപ്പോ ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നത് ഐ തിങ്ക് നെറ്റ്വർക്കിന് ഇഷ്യൂ ആയിരിക്കും. ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? പക്ഷെ എവിടേക്കോ കട്ടായി പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. വോയിസ് എനിക്കും അതെ കട്ടായിട്ടാ പോകുന്നത്. ചിലപ്പോ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി കേൾക്കുമായിരിക്കാം. ഐ തിങ്ക് സോ. ഒറ്റ മിനിറ്റ്, ഞാൻ എന്തായാലും പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. സോറി ട്ടോ, റെയിൻ ഉണ്ട് അതുകൊണ്ടായിരിക്കും നെറ്റ്വർക്ക് ഭയങ്കര. ഇവിടെ എല്ലാ ആൾക്കാരും ഏത് സൈഡാണ് വരുന്നത്? ലൈക്ക് ലൊക്കേറ്റഡ് എവിടെയാ? ഞാനിപ്പോ ഉള്ളത് മിഡിൽ ഈസ്റ്റ് ആണ്, UAE ഉള്ളത്. ഓക്കെ ഓക്കെ. കാസർഗോഡ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ലക്ഷദ്വീപിൽ നിന്നാണ്. ഇപ്പൊ ഓക്കെ അല്ലേ? ബ്രേക്ക് ആവുന്നുണ്ടാ? ഇല്ല. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേൾക്കുമ്പോ നമ്മളെ മനസ്സിൽ ഒറ്റ മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലേ? അതായത് ഓൺലൈൻ വഴി നമ്മൾ സെയിൽ ചെയ്യാന്നുള്ളത്. അപ്പോ നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു ജ്വല്ലറി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയാം.
അപ്പോ ഞാൻ ഈ ഒരു ബ്രാൻഡിന് ഒറ്റയടിക്ക് പോയിട്ട് ആൾക്കാരോട് എന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, നിങ്ങളായാലും ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാൻഡിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യും ഓൺലൈനായിട്ട്? ഇല്ല. ഇല്ല അല്ലേ? അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബ്രാൻഡ് അവയർനെസ് എന്നുള്ളത്. അതായത് നമ്മളെ പ്രൊഡക്റ്റിനെ ആൾക്കാരിലേക്ക് ഓർക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി ഷോക്കേസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മൾ മെയിൻലി ഹൈലൈറ്റ് ആയിട്ട് പറയുന്നുള്ളത്. അതായത് ഒറ്റയ്ക്ക് മീൻസ് പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് സേഫ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയൻസിന് കിട്ടാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. ഓക്കെ. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കേരളത്തിലുള്ള ഒരു വ്യൂമാണ് ഒരു ചെറിയൊരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു ഒരു ഔട്ട്ലെറ്റ് എല്ലാം ഇട്ടു, സംഭവം കാര്യങ്ങളെല്ലാം സെറ്റായി, നല്ല ഫർണിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ അവരുടെ അടുക്കലേക്ക് ഒരാൾ പോലും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വൃത്തിയാവില്ലല്ലോ അവരുടെ ബിസിനസ്. പക്ഷെ ഇതേ സംഭവം നമ്മൾ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ വഴി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മളോട് ഒരു ലോയാലിറ്റി, ഒരു കോൺഫിഡൻസ് വരും നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഇത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആ സംഭവമാണെന്നല്ലേ ഇത് എന്നുള്ള ഒരു രീതിക്ക് അവരിന്ന് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള സ്കില്ല് ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് കൊണ്ടാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇൻകം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റ നോക്കുകയാണെങ്കിൽ, ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ കുറെ അഡ്വർടൈസ്മെന്റ്സ് കാണുന്നുണ്ടല്ലേ? ലൈക്ക് കുറെ കോഴ്സിനെ പറ്റി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ നമ്മൾ ലൈക്ക് ഞാൻ എന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴി നമുക്കൊരു കരിയർ സെറ്റാക്കാം, ഇതിനകത്തുനിന്ന് ഒരു കരിയർ സെറ്റാക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് അത്രക്ക് ട്രെൻഡിങ് ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡ് പോകുന്നുള്ളത്. സോ ലൈക്ക് ഞാനൊരു സംഭവം ഷെയർ ചെയ്യുന്നുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഹലോ ഹലോ. കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഇപ്പൊ സെറ്റ് അല്ലേ? സെറ്റാണ്. കാണുന്നുണ്ട്. ലൈക്ക് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കോഴ്സ് ഡീറ്റെയിൽസ് എടുക്കാം. ബേസിക് ആയിട്ട് എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ലൈക്ക് സ്റ്റാർട്ടിങ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് പറയുമ്പോൾ, നമ്മളെ ബ്രാൻഡ്സിന്, നമ്മളെ പ്രൊഡക്റ്റിന്, ഈ ബിസിനസ് എന്നുള്ളത് ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ സർവീസ് ആയിരിക്കാം അല്ലെ? ലൈക്ക് ചില ആൾക്കാർ അവരുടെ പ്രൊഡക്ട്സ് കേക്ക്, ഇപ്പൊ നമ്മളെ വ്യൂമൻസിനെ കമ്പയർ ആക്കുമ്പോൾ അല്ലെങ്കിൽ മെൻസിനെ കമ്പയർ ആക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ നീഷസ് ഉണ്ടാവും. വ്യൂമൻസിന് ഡ്രസ്സിങ് ബ്രാൻഡിനോടായിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ലൈക്ക് കേക്ക്സ്, പാസ്ട്രീസ്, ഇതുപോലുള്ള സംഭവം. ഇനി മെൻസിനെ കമ്പയർ ആക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഷൂസ് കാര്യങ്ങള്, ഫിറ്റ്നസ് കാര്യങ്ങൾ, അതിലേക്കായിരിക്കും അവർ ഒന്നും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വാട്ട് എവർ, അത് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ വെബ്സൈറ്റ്, നമ്മളെ സോഷ്യൽ മീഡിയ, അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ കുറെ വേരിയേഷൻസ് ഉണ്ട്. ഇതുവഴി നമ്മളെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നുള്ളത്. ഓക്കെ. സോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നുള്ളത്, ഇപ്പോ കറന്റ്ലി 2025 മുതൽ ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 20 ഇയേഴ്സ് വരെ ഓൺലൈനിൽ ഏറ്റവും അധികം പ്രസൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതുകൊണ്ട് എല്ലാ ബ്രാൻഡിനും ഓൺലൈനിൽ പ്രസൻസ് ഉണ്ടാക്കണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തേ തീരും. അത്ര മസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു സംഭവം പോകുന്നുള്ളത്. അതേപോലെ തന്നെ ലൈക്ക് ഈ ഒരു കരിയർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഒന്നാമത് കിട്ടുന്ന ബെനിഫിറ്റ് ഫ്ലെക്സിബിൾ വർക്കാണ്. ലൈക്ക് ഫുൾ ടൈം വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പാർട്ട് ടൈം വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ലൈക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യുക, വർക്ക് ഫ്രം ഓഫീസ് ചെയ്യുക, അങ്ങനെ ഓൺ സൈറ്റ് ഏത് രീതിക്ക് ആയിക്കോട്ടെ, നമ്മളെ സ്കിൽസ് എത്രത്തോളം ഡെവലപ്പ് ആക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത്. അപ്പൊ അത് ഫ്രീലാൻസിങ് ആയിട്ട് ഇനിയിപ്പോ നമ്മൾ ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്തില്ല എന്നും പ്രശ്നമില്ല. നമുക്ക് വീട്ടിലിരുന്നിട്ട് നമ്മൾ തന്നെ ഇപ്പൊ ഒരു കേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ നമ്മ ഒരു ചെറിയൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത, ഡ്രസ്സിന്റെയോ മറ്റോ, നമുക്ക് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത്ര അതുവഴി സെയിൽസ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്ര വലുതല്ലേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സംഭവം.
yes. അതുകൊണ്ടാണ് നമ്മളിപ്പോ ലൈക്ക് നമ്മുടെ ഇവിടെ കാസർഗോഡ് ഈ ഒരു കോഡിങ് മാത്രം പഠിപ്പിച്ചെടുക്കുന്ന ഒരു അക്കാഡമി ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു സ്റ്റാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കാഡമി. അവർ ലൈക്ക് കാസർഗോഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമീസ് ഉണ്ട്, 2-3 ലൈക്ക് അക്കാഡമീസ് ഉണ്ട്. പക്ഷെ ഈ ഒരു കോഡിങ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമിയിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. കാരണം അത്ര ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൊടുക്കുന്നുള്ളത്. ഓൾസോ എല്ലാ നീഷസും ഇപ്പോ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ കോഡിങ് വേണം എന്നാണ് പണ്ട് പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മെയിൻ ആയിട്ട് വരുന്നുള്ളതാണ് ഒന്ന്, നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നുള്ള ഒന്നാണ് വെബ്സൈറ്റ് പ്ലസ് SEO. നിങ്ങൾ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടാവല്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ. ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് അതിന്റെ ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞിട്ട് കുറെ സംഗതികളുണ്ട്. അപ്പോ ഇതൊക്കെ ലൈക്ക് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇപ്പോ അധികം വെബ്സൈറ്റ് ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരു സംഗതി ഉണ്ട്, വേർഡ്പ്രസ് വെബ്സൈറ്റ് ഡെവലപ്പർ. അതായത് വേർഡ്പ്രസ്സിൽ നീഷ് എടുത്ത വെബ്സൈറ്റ് ഡെവലപ്പേഴ്സിനെയാണ് ആൾക്കാർക്ക് ആവശ്യമുള്ളത്. കാരണം ഏറ്റവും ചുരുങ്ങിയ ടൈമില് എക്സ്പെൻസ് കുറച്ചിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നീഷാണ് ഈ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് ലൈക്ക് ഇപ്പൊ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ചൂസ് ചെയ്തു. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആവാം, കോണ്ടന്റ് മാനേജ്മെന്റ് ആവാം, അല്ലെങ്കിൽ വെബ് ഡെവലപ്പർ ആവാം, അല്ലെങ്കിൽ പെയ്ഡ് ആഡ്. ആ ഒരു രീതിക്ക് നമുക്ക് ഏതാണോ നീഷ് ആ നീഷ് ചൂസ് ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ തരുന്ന ഈ ഒരു കോഴ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കോഴ്സിൽ ഇത്ര വേരിയേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. വെബ്സൈറ്റ് നമ്മളുടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെബ്സൈറ്റ് ക്രിയേഷൻ ആണോ? വെബ്സൈറ്റ് ക്രിയേഷൻ, അതായത് വേർഡ്പ്രസ്സിൽ കോഡിംഗ് ഇല്ലാണ്ട് വെബ് ഡെവലപ്പ് ചെയ്യാനും അതിന് ഡിസൈൻ ചെയ്യാനും അത് നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്ന രീതിക്കുള്ള കോണ്ടന്റ് കൊടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിന്റെ മാറ്ററിൽ വരുന്നുള്ളത്. ഇനി രണ്ടാമത് വരുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. പിന്നെ ഏറ്റവും ലിവറേജിങ് ആയിട്ടുള്ള ഇപ്പൊ കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് ലിങ്ക്ഡ് ഇൻ മാർക്കറ്റിംഗ്. അതായത് നമ്മളെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ലിങ്ക്ഡ് ഇൻ യൂസേഴ്സ് ഉണ്ടോ ഇവിടെ? ഓക്കെ. എങ്ങനെയാ ലിങ്ക്ഡ് ഇനിൽ പോസ്റ്റ് ചെയ്യാറുണ്ടോ? എങ്ങനെയാ സംഭവം? പോസ്റ്റ് ഇടാറുണ്ട്. ഓക്കെ. ലൈക്ക് നമ്മളൊന്ന് റെക്കഗ്നൈസബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ് ഇൻ എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പോലെ തന്നെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ലിങ്ക്ഡ് ഇൻ എന്നുള്ളത്. വാട്ടെവർ ലൈക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മള് ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ലിങ്ക്ഡ് ഇനിൽ എങ്ങനെയൊക്കെ നമുക്ക് കോണ്ടന്റ് കൊടുക്കാന്നുള്ളത് കാര്യങ്ങൾ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ ലിങ്ക്ഡ് ഇൻ. ഇതിൽ നമ്മൾ എങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, പോസ്റ്റിനുള്ള കോണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെ എൻഗേജ്മെന്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത് എങ്ങനെയാണോ, ലൈക്ക് നമ്മളെ കോമ്പറ്റീറ്ററിനെ പഠിച്ചിട്ട് നമുക്ക് അവര് കൊണ്ടുവരുന്ന സ്ട്രാറ്റജിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മൊഡ്യൂളിൽ പോകുന്നുണ്ടാവാം. പിന്നെ വരുന്നത് കോണ്ടന്റ് മാർക്കറ്റിംഗ്. കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടായിട്ടായിരിക്കും നമ്മൾ തരുന്നുണ്ടാവാം. ലൈക്ക് കോണ്ടന്റ്സ് ഇപ്പോൾ നമ്മളെ പരസ്യങ്ങളെല്ലാം കാണുന്ന കോണ്ടന്റ്സ് കണ്ടിട്ടുണ്ടാവും. വീഡിയോസിന്റെ ആയെങ്കിലും പ്രസന്റേഷൻ ആയെങ്കിലും കാണാറില്ലേ? ഈ ഒരു കോണ്ടന്റ് മാർക്കറ്റിംഗ് ഇപ്പോ ട്രെൻഡിങ്ങിലുള്ള ഒരു സംഭവമാണ് ഈ കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റിനെ ഹയർ ചെയ്യുന്ന കമ്പനീസ് തന്നെ ഉണ്ട്. ലൈക്ക് നമ്മളൊരു ഇന്നർ തോട്ട്സ് വെച്ചിട്ട് കുറച്ച് സ്ട്രാറ്റജിക്കൽ ആയിട്ട് ഒരു കണ്ടന്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് ഇപ്പോ അധിക ബിസിനസ് ഫൗണ്ടേഴ്സ് ഒക്കെ ഈ ഒരു സംഭവം നമ്മളെ
കോണ്ടന്റ് കാര്യങ്ങള് ബിസിനസ് ഫൗണ്ടേഴ്സിന് കൊടുത്തിട്ട് അവരത് സംസാരിക്കുന്ന രീതിക്ക് സൈക്കോളജിസ്റ്റ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്, കുറെ സൈക്കോളജിസ്റ്റിന്റെ സ്പീക്സ് കാണലുണ്ട് അല്ലെ, കുറെ ഫൗണ്ടേഴ്സിന്റെ സ്പീക്കിംഗ് കാണലുണ്ട്, ഇൻസ്പയർ ടോക്ക് കാണലുണ്ട്. ഈ ടോക്കിങ്ങിന്റെ ഒക്കെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ളത്. അതായത് ഇവർ കോണ്ടന്റ് കൊടുത്തിട്ടാണ് ഈ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് കോണ്ടന്റ് മാർക്കറ്റിങ്ങിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ പറയുന്നത്. ആ ഒരു മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ വരുന്നത് പെയ്ഡ് ആഡ്സ്. ഇപ്പോ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ നമുക്ക് ഇപ്പോൾ ഒരു പേജിൽ എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു, നമ്മളെ പേജ് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു പേജ് ഉണ്ട്, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓർഗാനിക് അല്ലാതെ പെയ്ഡ്, അതായത് നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഇട്ടിട്ട് അഡ്വർടൈസ്മെന്റ് റൺ ആക്കുന്ന ഒരു വേ ആണ് പെയ്ഡ് ആഡ്സ് എന്നുള്ളത്. അതായത് മെറ്റ ആഡ് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മള് നിങ്ങൾ ഇപ്പോ ലൈക്ക് ഈ ഒരു കോഴ്സിന് നിങ്ങൾ എങ്ങനെയാ സൈൻ അപ്പ് ചെയ്തേ? ഇപ്പൊ ഈ ഒരു വെബിനാറില്ലേ, വെബിനാറിന് നിങ്ങൾ എങ്ങനെയാ സൈൻ അപ്പ് ചെയ്തേ? സൂമിന്റെ ലിങ്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഉണ്ട് എന്ന് എങ്ങനെ അറിഞ്ഞേ? ഇങ്ങനെ ഒരു വെബിനാറിന്റെ പ്രൊമോട്ടേഴ്സ് വഴിയാണ്. ലൈക്ക് ഇതേപോലെയുള്ള പ്രൊമോഷൻ വെച്ചിട്ട് നമ്മൾ എന്താക്കും, ആഡ് റൺ ചെയ്യും, അഡ്വർടൈസ്മെന്റ് കൊടുക്കും സോഷ്യൽ മീഡിയയിൽ. ഈ അഡ്വർടൈസ്മെന്റ് ക്ലിക്കിംഗ് ത്രൂ ആണ് ആൾക്കാർ നമ്മ ക്യാച്ച് ചെയ്യുന്നുള്ളത്. ഇവയാണ് നമ്മൾ പിന്നീട് നമ്മളെ കസ്റ്റമർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തു. ഈ അഡ്വർടൈസ്മെന്റ് റൺ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ എൻക്വയറീസ് വരാം. അതിനാണ് നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്നത്. ഈ എൻക്വയറീസിനെ നമ്മളെ കസ്റ്റമർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ്, അതായത് ആഡ് റൺ ആക്കാനുള്ള എക്സ്പെൻസും നമുക്ക് കിട്ടുന്ന സെയിൽസിന്റെ റവന്യൂ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വേ ആണ് ഈ പെയ്ഡ് ആഡ്സ് എന്നുള്ളത്. അപ്പോ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എങ്ങനെ നമുക്ക് ആഡ് റൺ ചെയ്യുക, എങ്ങനെ പെയ്ഡ് ആഡ്സ് കൊടുക്കാന്നുള്ളതും ലൈക്ക് അത് എങ്ങനെയാ സെറ്റപ്പ് ചെയ്യേണ്ട, ആഡ് മാനേജ്മെന്റ് എങ്ങനെയാ, അതിന്റെ അനലിറ്റിക്സ് കാര്യങ്ങൾ എങ്ങനെയാ നോക്കുന്നതും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടാണോ? പ്രാക്ടിക്കൽ ആയിട്ടാണ് മൊത്തത്തിൽ നമ്മൾ സൂം മീറ്റിംഗ് ജസ്റ്റ് റെക്കോർഡ് ക്ലാസ് ആണോ? ഇല്ല, നമ്മൾ നമ്മളെ കൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യിപ്പിക്കോ? ഫേസ് ടു ഫേസ് ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ വരുന്നത് അനലിറ്റിക്സ് ആൻഡ് സ്ട്രാറ്റജി. അതായത് ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ചെയ്തു, ഇതിൽ നമുക്ക് നമ്മളെ പോസ്റ്റിന് എത്ര റീച്ച് കിട്ടി, ആരാണ് നമ്മളെ ഓഡിയൻസ്, ഏത് ടൈമിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ പെർഫോമൻസ്, നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പെർഫോമൻസ്, നമ്മളെ ബ്രാൻഡിന്റെ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. എന്തെല്ലാം സ്ട്രാറ്റജീസ് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയാസ് നമുക്ക് ഇതുവഴി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് 5th വൺ ആയിട്ട് പറയുന്നുള്ളത്. അപ്പൊ ഈ ഇത്ര കോർ ആസ്പെക്ട്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക ഈ ഒരു മൊഡ്യൂളില്, അതായത് ഈ ഒരു കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ലൈക്ക് നിങ്ങൾ എല്ലാവരും ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു കോഴ്സിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ലൈക്ക് എന്താ കോഴ്സ്, എങ്ങനെ സംഭവം, സ്ക്രീൻ കണ്ടില്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ലൈക്ക് ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഇതൊക്കെ പഠിക്കുമ്പോ ലാപ്പ് വേണോ? ലാപ്പ് ലൈക്ക് നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ ലാപ്പ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഈ പെയ്ഡ് ആഡ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ലാപ്പായിരിക്കും കുറച്ചും കൂടി ലൈക്ക് റെസ്പോൺസീവ്നെസ്സും സ്മൂത്ത്നെസ്സിനും നല്ലത് ലാപ്പായിരിക്കും. ഫോണിൽ അതിലുള്ള ഇതുണ്ട്, ആഡ്സ് മാനേജർ കാര്യങ്ങളുണ്ട്, ബാക്കിയൊക്കെ കുഴപ്പമില്ല. പക്ഷെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാപ്പ് വേണ്ടി വരും. നമ്മളിപ്പോ ഓൺലൈന് ക്ലാസ് ഓൺലൈൻ ഹലോ കേക്കാണ്ടോ? ഓക്കെ, നമ്മൾ ഓൺലൈൻ ആയിട്ട് ഇപ്പോ പഠിക്കുമ്പോ ലാപ്പ് മസ്റ്റ് ആണോ? ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ലാപ്പ് വേണ്ടി വരും. ആണല്ലേ? അതല്ലാതെ കോണ്ടന്റ് കാര്യങ്ങൾ കുഴപ്പമില്ല. വെബ്സൈറ്റിനാണ് നമുക്ക് കുറച്ചും കൂടി ലൈക്ക് വേർഡ്പ്രസ് കാര്യങ്ങൾ അതൊന്ന് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ലാപ്പ് എന്തായാലും വേണ്ടി വരും. എന്തായാലും നമുക്ക് ലൈക്ക് നോക്കാം, സംസാരിച്ച് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോ ക്ലാസ്
ഓൺലൈൻ ആയിട്ടായിരിക്കും ക്ലാസ് എന്ന് പറഞ്ഞു മാഡം. അപ്പൊ നമുക്ക് നമ്മള് വീട്ടിലിരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചില സമയത്ത് നമുക്ക് ആ ഒരു സമയം കൺവീനിയന്റ് അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതോ ഇന്ന് നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെ ആ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ കയറണോ? ഇല്ല, നമ്മൾ അതിന്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ക്ലാസ്സിന്റെ തന്നെ റെക്കോർഡ് സെക്ഷന് നമ്മൾ അങ്ങോട്ടേക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണ് അവൈലബിൾ ആയിട്ട് ടൈം, ആ ടൈം അത് ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഓൺലൈനായിട്ട് പറ്റുന്ന സമയത്ത് കയറാം, അല്ലെങ്കിലും നമുക്ക് റെക്കോർഡ് ക്ലാസ് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുണ്ടാവും അല്ലേ? യെസ്. നമ്മളിപ്പോ ഞാൻ സംഭവം പറയാ, നമ്മളെ കോഴ്സ് വരുന്നത് 3 month ആണ്. 3 month കോഴ്സാണ് ഇത്ര മൊഡ്യൂൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ ലൈക്ക് മൊത്തത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ നല്ല ടൈം എടുക്കും. പക്ഷെ ഇത് നമ്മൾ ബേസിക്സ് കൊടുത്തിട്ട് ലൈക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് മാത്രം കവർ ചെയ്ത് കൊണ്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ 3 month ആണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നുള്ളത് വീക്ക്ലി 2 days ആണ്. അത് വീക്കെൻഡ് അല്ല, സാറ്റർഡേ സൺഡേ അല്ല, മൺഡേ ടു തേഴ്സ്ഡേയില് ഫ്രൈഡേയില് 2 days ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? എത്ര hours ആക്കാരം ഒരു ക്ലാസ്? ഈ ഒരു ക്ലാസ് നമ്മൾ ടൈം പറഞ്ഞിട്ടുള്ളത് നൈറ്റ് ടൈം ആയിരിക്കും, ഡേ ടൈം ആയിരിക്കില്ല. കാരണം നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വാട്ടെവർ. നമ്മൾ ഈ ക്ലാസ് വെക്കുന്നുള്ളത് നൈറ്റ് ഓക്കെ ഒരു 7 o'clock, ഒരു 7 to 8:30, 1.5 hour അങ്ങനെയായിരിക്കും ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ വരുന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ. അപ്പോ ലൈക്ക് നമുക്ക് 3 month ആണ് കോഴ്സ് മൊഡ്യൂൾ എന്ന് പറഞ്ഞില്ലേ. 3 monthൽ ഫസ്റ്റ് മന്തിൽ നമ്മൾ പറയുന്നുണ്ടാവുക എങ്ങനെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാന്നുള്ളതും, അതിൽ നമ്മൾക്ക് SEOന്റെ കുറച്ച് ബേസിക്സും, എങ്ങനെ SEO റിലേറ്റഡ് കണ്ടന്റ് കൊടുക്കുക, ഗൂഗിളിൽ റാങ്ക് ആക്കിക്കാൻ കഴിയുന്ന ടൈപ്പിലുള്ള കീവേഡ്സ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ month 1 കംപ്ലീറ്റ് ചെയ്യും. പിന്നെ month 2 വരുന്നുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ പെയ്ഡ് ആഡ്സ് കാര്യങ്ങൾ, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇതൊക്കെ ആയിരിക്കും month 2 കവർ ചെയ്യുന്നുണ്ടാവുക. ഇതിനൊന്നിച്ച് നമ്മൾ ബോണസ് ആയിട്ട് ബാക്കി മൊഡ്യൂൾസും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ month 3 നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോജക്ട്സും നിങ്ങളെ പോർട്ട്ഫോളിയോ, അതായത് ഇപ്പൊ നമ്മൾ ഏതൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ CV ഉണ്ടാക്കാറില്ലേ? ഹലോ, പ്ലീസ് മാം. യെസ് മാം. CV ഉണ്ടാക്കാറില്ല? CV, റെസ്യൂം. അതായത് നമ്മളൊരു കമ്പനിയിൽ ജോബ് നോക്കുന്ന ആൾക്കാർ CV ആണ് കൊടുക്കാറില്ല. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് CV-നെക്കാളും ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പോർട്ട്ഫോളിയോക്കാണ്. അതായത് നമ്മൾ ചെയ്ത വർക്ക്സ്, നമ്മൾ ചെയ്ത വെബ്സൈറ്റ്സ്, നമ്മളെ ക്ലയൻസിന് വേണ്ടി കൊടുത്ത ആഡ് കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാന്നുള്ളതും. ഈ കോഴ്സിൽ ഇങ്ങനെയായിരിക്കും മൊഡ്യൂൾസ് കാര്യങ്ങൾ വരുന്നുണ്ടാവുക. മൊത്തത്തിലൊരു കോഴ്സ് ഓവർവ്യൂ ആണ് ഇപ്പൊ പറഞ്ഞത്. ഡൗട്ട്സ് ഉണ്ടായതില്? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇത് റിലേറ്റഡ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ ടൈമിങ്ങിന്റെ കാര്യത്തിലോ മറ്റോ? ലൈക്ക് ഇതൊരു ഷോർട്ട് ടേം കോഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 month ആണ്. മാം ഏതൊക്കെ ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടാവുക? ഡേയ്സ് ഇപ്പോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതൊന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഏതൊക്കെ ഡേറ്റ്സിലാണ് ക്ലാസ് വെക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നുണ്ടാവുക. എന്തായാലും അത് വീക്കെൻഡിൽ വെക്കൂല, സാറ്റർഡേ സൺഡേ വെക്കൂല, മൺഡേ ടു ഫ്രൈഡേയില് 2 days ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നും കൂടി ബെനിഫിറ്റ് ആയിരിക്കും, കാരണം വീക്ക്ലി 2 days ക്ലാസ് ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ്സാണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ റെക്കോർഡ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് വർക്ക്സും കാര്യങ്ങളും, നിങ്ങളൊന്ന് സെൽഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്സും കാര്യങ്ങളും, എനി ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ 3 മാസം മാത്രമായിരിക്കും നമുക്ക് ഈ റെക്കോർഡ് ക്ലാസ്സസ് ആക്സസിബിൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് നാളും കൂടെ കിട്ടുമോ? കുറച്ച് നാളും കൂടി കിട്ടും. ഓക്കെ. ഇതില് WooCommerce പ്രൊവൈഡ് ചെയ്യുന്നില്ല? ഇല്ല, WooCommerce ലൈക്ക് ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഇത് 3 monthന് നമ്മൾ പറഞ്ഞല്ലോ ഷോർട്ട് ടേം കോഴ്സ് ആണ്.
ലൈക്ക് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എങ്ങനെയൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു ഷോപ്പിഫൈ റിലേറ്റഡ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് WooCommerce ഹാൻഡിൽ ചെയ്യലുണ്ടാവില്ല. മാം അതുപോലെ തന്നെ ഈ Design basic ലാപ്പ് എല്ലാം ഉണ്ടോ? ഇല്ലാതെ ഇപ്പൊ ഫോൺ മാത്രം യൂസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈ കോഴ്സ് ഫോൺ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? ലാപ്പ് ഇപ്പൊ നിലവിൽ ഇല്ലാത്ത ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഫോൺ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വെബ്സൈറ്റിലാണ് കുറച്ചും കൂടി ഒരു ഇഷ്യൂ വരുന്നുള്ളത്. നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്ത് നിങ്ങൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോഴ്സിനെ കുറിച്ച് എൻക്വയറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെന്തായാലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്കതൊന്ന് സെറ്റപ്പ് ചെയ്യുന്നുള്ളത് അക്കാഡമിക് കോർഡിനേറ്റർ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ അല്ല? ഡിസൈൻ ബേസിക് ഉണ്ടോ ഇതില്? എങ്ങനാ? ഡിസൈൻ ബേസിക് ക്ലാസ്? ഡിസൈൻ ബേസിക്സ് നമ്മൾ ബോണസ് സെഷൻ ആയിട്ട് ഒരു ഗസ്റ്റ് സെഷൻ പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ ക്യാൻവയുടെ കാര്യം പറഞ്ഞിട്ടില്ല, അതായിരിക്കും ഡിസൈൻ പറഞ്ഞേ. ക്യാൻവ മാത്രമല്ല, ഫോട്ടോഷോപ്പ് കാര്യങ്ങള് അത് നമ്മൾ ലൈക്ക് ഒരു ബോണസ് സെഷൻ പോലെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അത് സംഭവം കാര്യങ്ങളായിട്ട് നിങ്ങൾ കോർഡിനേറ്റർ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇതിൽ ഈ ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളില്ല? എങ്ങനാ? ഗൂഗിൾ ആഡ്സ് കാര്യങ്ങൾ? ഗൂഗിൾ ആഡ്സ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ലൈക്ക് 3 month കോഴ്സ് അല്ലേ, അപ്പൊ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റൂല. ബേസിക്സും കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും, എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. പക്ഷെ ഗൂഗിൾ ആഡ്സിൽ തന്നെ ലൈക്ക് 4 or 5 ടൈപ്സ് ഓഫ് ആഡ്സ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 3 month കോഴ്സിൽ മെറ്റ ആഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെറ്റ ആഡ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓൾസോ നമ്മൾ അതിനെ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ വീഡിയോ പോലെ ലൈക്ക് ഗൂഗിൾ മീറ്റിൽ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ഓരോരോ സംഭവം എങ്ങനെ കൊടുക്കാന്നുള്ളത് നമ്മൾ മെറ്റ ആഡ്സ് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോഴ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുന്നുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരിക്കും വിത്ത് പെയ്ഡ് ആഡ്സ്, അതായത് മെറ്റ ആഡ്സ്. അതായത് ഇവിടെ നിന്ന് ഒരാൾ പഠിച്ചിറങ്ങുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ബിസിനസ് സോഷ്യൽ മീഡിയയിൽ ബിൽഡ് ചെയ്യാനും അവരുടെ ബിസിനസ് അവർക്ക് റൺ ചെയ്യാനും ഇതേപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ടോ വർക്ക് ഫ്രം ഹോം എടുത്തിട്ടോ അവർക്കൊരു ഇൻകം ഏൺ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 3 month കോഴ്സിന്റെ മെയിൻ എയിം എന്നുള്ളത്. ലൈക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഇത് ലൈക്ക് ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ വേറെ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 month കോഴ്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു 3 month കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ സംസാരിച്ചത്. ക്ലിയർ അല്ലേ? പിന്നെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ നമ്മൾ കവർ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് അതിൽ എന്തൊക്കെയാണുള്ളത്, ലൈക്ക് കോണ്ടന്റ് ക്രിയേഷൻ, ബ്രാൻഡിങ്, പിന്നെ റീലിനുള്ള എങ്ങനെ കോണ്ടന്റ് കൊടുക്കാന്നുള്ളത്. എങ്ങനാ? സോ ബേസിക്കലി നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലേ ഈ കോഴ്സ്? യെസ്. ബൂസ്റ്റിംഗ് അല്ല, കാരണം ലൈക്ക് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ബൂസ്റ്റിംഗ് എന്നുള്ളത് അത്ര അഡ്വാൻസ്ഡ് ലെവൽ അല്ല, പ്രൊഫഷണലിസം അല്ല. കാരണം നമ്മൾ ഈ ബൂസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മളിങ്ങനെ ഡയറക്റ്റ് പറഞ്ഞുതരാം. ബൂസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളത് മൊത്തത്തിലുള്ള ആൾക്കാർക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇതിപ്പോ മെറ്റ ആഡ്സിന്റെ കാര്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിറ്റ്നസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെച്ചോ. ഇപ്പൊ എനിക്ക് ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മൈൻഡിൽ എന്റെ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, ഒരു 18 to 30 ഗ്രൂപ്പിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. എന്ന് ഞാനത് കാസർഗോഡാണ് തുടങ്ങുന്നത് എന്നുള്ളത്, ഓഫ്ലൈൻ ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ കാസർഗോഡ് ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ, ഇങ്ങനെ എനിക്ക് വേണ്ട ടാർഗറ്റ് ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും മെറ്റ ആഡ്സിൽ ആഡ് റൺ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെ ഇതിൽ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് എന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ കുറച്ച് നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം നമ്മളൊരു കാര്യം സെർച്ച് ചെയ്താൽ പിന്നെ അത് റിലേറ്റഡ് ആയിരിക്കും നമ്മളെ ഫീഡിൽ വരുന്നുണ്ടാവും അല്ലേ. അതെ. ഈ കാര്യങ്ങളൊക്കെ
ഒക്കെ അലൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുക. അതായത് നമ്മ ടാർഗറ്റ് ആക്കുന്ന ഓഡിയൻസ് ഇതിലൊക്കെ വന്ന് പെട്ട ലൈക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു അക്കാഡമിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ ഡീറ്റെയിലിൽ ടാർഗറ്റിങ് കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് നമ്മളെ ഫീഡ് വരും. ആ ഒരു രീതിക്കാണ് ഈ മെറ്റാഡിന്റെ സെറ്റപ്പ് എന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ബഡ്ജറ്റ് കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിക്ക് കൺട്രോൾ ചെയ്യാം. ബൂസ്റ്റിങ്ങിനെ കമ്പയർ ചെയ്തിരിക്കുമ്പോൾ ഒന്നും കൂടി ഹയർ കൺവേർഷൻ റേറ്റ് ആണ് മെറ്റ ആഡ് ക്യാമ്പയിൻസിൽ കിട്ടുന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ദെൻ ഈ കോഴ്സ് നിങ്ങൾ എടുക്കലോട് കൊണ്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്നുള്ളത് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് എന്തെല്ലാന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക, പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, നിങ്ങൾക്ക് തന്നെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കമ്പനിയിലൊന്നും പോയി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രീലാൻസേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സാലറി ആയിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലയന്റ് വരാണെങ്കിൽ ആ ക്ലയന്റ് തരുന്ന നമുക്ക് ഇങ്ങോട്ട് തരുന്ന എമൗണ്ട് അത് മൊത്തം നമ്മളുടെ ആയിരിക്കും. അതായത് നമുക്ക് അത്ര കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്രീലാൻസിങ്ങിന് അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം കാണുന്ന ആഡ്സ് നല്ല ഹയറിംഗ് ഫ്രീലാൻസ് മെറ്റാഡ് എക്സ്പെർട്ട്, ഹയറിംഗ് ഫ്രീലാൻസ് കണ്ടന്റ് സ്ട്രാറ്റജീസ്. അതായത് ഫ്രീലാൻസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ അധിക കമ്പനീസും ചോദിക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ കാരിയർ ഓപ്പർച്യൂണിറ്റി നേരത്തെ അതിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രീലാൻസേഴ്സ്, പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാനേജർ ആവാം, SEO റിലേറ്റഡ് ആയിട്ട് കോണ്ടന്റ് മാർക്കറ്റർ, SEO കോണ്ടന്റ് റൈറ്റർ ആവാം, പിന്നെ ആഡ് സ്പെഷ്യലിസ്റ്റ് ആവാം, പെയ്ഡ് ആഡ് സ്പെഷ്യലിസ്റ്റ്. ഇനി നിങ്ങൾക്ക് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനും ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഈ 3 month കോഴ്സ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഒരു ദിവസം നമ്മൾ ഏകദേശം എത്ര മണിക്കൂർ ഇപ്പൊ ഈ കോഴ്സ് എടുത്ത് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും? കോഴ്സിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടാണോ? ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി എവറി ഡേ എത്ര മണിക്കൂർ മാറ്റി വെക്കേണ്ടി വരും? ലൈക്ക് നമ്മളിപ്പോൾ വീക്ക്ലി 2 days ആണ് നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. അതും ഒരു 1.5 hour 2 hour മാക്സിമം ഒരു 2 hour ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. ഈ 2 hourൽ നമ്മൾ നിങ്ങൾക്ക് ഒരു ടാസ്ക് അസൈൻ ചെയ്ത് തരും. അതായത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഡെഡ് ലൈൻ പറയും. ഈ ഡെഡ് ലൈൻ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാന്നുള്ളത്. അത് നമ്മൾ തരുന്നുണ്ടാവുക നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നമ്മളൊരു ടാസ്ക് അസൈൻ ചെയ്യൂ. അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ എടുത്തതിന് ശേഷം മാത്രമേ തരുന്നുണ്ടാവും. പിന്നെ നിങ്ങളെ സ്കിൽ അനുസരിച്ചിട്ടുണ്ടാവും. ലൈക്ക് ഫാസ്റ്റ് ലേണേഴ്സ് ഉണ്ടാവും, സ്ലോ ലേണേഴ്സും ഉണ്ടാവും. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. സ്ലോ ലേണേഴ്സിനാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് മൊത്തത്തിൽ ഈ ഒരു കോഴ്സിൽ നമ്മൾ ചെയ്യുന്ന മോഡ്യൂൾസ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മോഡ്യൂൾസ് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരിക്കെങ്കിലോ? നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കോഴ്സും പിന്നെ കുറച്ചുകൂടെ ലോങ് ടേം ഒരു കോഴ്സ് ഉണ്ട് പറഞ്ഞില്ലേ, അത് ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇഫ് ഇറ്റ്സ് പോസിബിൾ. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ ചോദിക്കുകയാണ്. അക്കാഡമിക് കോർഡിനേറ്റർ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ലൈക്ക് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഹലോ നൂർജഹാൻ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഇനി ഡൗട്ട്സ് പറയോ? ഡൗട്ട്സ് ക്ലിയർ ആണോ? നൂർജഹാൻ എന്ന് പറയുന്ന ആള് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? പിന്നെ ഇതിൽ ചാറ്റിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞുതരാം. ലൈക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇല്ലേ, വേറൊരു കമ്പനീന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മളായിരിക്കും അത് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ അതുവഴി നമുക്ക് എന്തുണ്ടാവും? കമ്മീഷൻ ഉണ്ടാവും. ഓരോ സെയിലിനും നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ ലീഡിനും നമുക്ക് കമ്മീഷൻ കിട്ടും. ഇപ്പോൾ
ആമസോണിൽ നിങ്ങൾക്ക് ഇതുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ആമസോണിലുള്ള ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ആൾക്കാരുമായിട്ട് ഒന്ന് അഫിലിയേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ഇൻകം ഉണ്ടാവും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടുള്ള ടേം ആണ്. അതായത് എല്ലാ ടൈപ്പ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പക്ഷെ അത് നമ്മൾ ഈ ഒരു കോഴ്സിൽ വരുന്നില്ല. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ജുബൈന, ഡൗട്ട് ക്ലിയർ ആയോ? ഹലോ ജുബൈന? ഓക്കെ, കുഴപ്പമില്ല, ആളില്ലാതെ വന്ന്. ഓക്കെ, ഇപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിവൺ? ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ? ഫീനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങളുടെ കോർഡിനേറ്റർ ഹലോ, സംസാരിക്കും. അതല്ലാതെ കോഴ്സ് റിലേറ്റഡ് മോഡ്യൂൾസ് കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്നാ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ? ഈ ഓക്കെ കോർഡിനേറ്റർ ഓക്കെ. ആരാ? ഒരു മിനിറ്റ്. റുക്സാന മാം ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു സെഷന് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് റുക്സാന മാം ഷെയർ ചെയ്യും. ഓക്കെ അല്ലേ? മാം സംസാരിച്ചിട്ട് എന്ത് ഈ ചെയ്യുള്ളൂ? ഡൗട്ട്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് ത്രൂ വരും. കാരണം നിങ്ങള് കോർഡിനേറ്റേഴ്സ് ത്രൂ ആണല്ലോ നിങ്ങൾ ഇന്ററാക്ട് ചെയ്തത്. സോ നമുക്ക് വേറൊരു സാറ്, നമ്മളെ സിഇഒയും ചെയർമാനും, സോറി ഹാരിസ് സാറും വേറെ റാഷിദ് സാർ എന്ന് പറഞ്ഞ് 2 പേരുണ്ട്. അവർക്ക് എന്തോ ഒരു എമർജൻസി കാരണം ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ യൂഷ്വലി ബാക്കി ഡീറ്റെയിൽസ് അവരാണ് ക്ലിയർ ചെയ്യുന്നത്. സോ ഞാന് ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ് ത്രൂ നമ്മൾ സെൻഡ് ചെയ്തതാണ്. ഓക്കെ, റിമൈനിങ് ആ ഒരു മൊഡ്യൂളിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു എല്ലാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതിന്റെ ബേസിൽ? അങ്ങനെയാണെങ്കിൽ മാം ക്ലിയർ ചെയ്തരും, ഷാനിബ മാം. നിത്യ മാം വൈൻഡപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. യെസ് മാം, യെസ്. Okay. Thank you once again, everyone, for taking your time from the busy schedule and joining us to let us know all the details. Thank you. Bye-bye. ഓക്കെ മാം, എൻഡ് ചെയ്യാണ്.